ദൈവമാണ് നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം എന്ന് നാം തിരിച്ചറിയേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മളുടെ കായിക ബലം കൊണ്ടും കഴിവുകൊണ്ടും പലതും നാം നേടുന്നു എന്ന് കരുതുകയും ചിന്തിക്കുകയും അതിനനുസാരമായി നാം മുൻപോട്ട് പോവുകയും ചെയ്യാറുണ്ട്. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുവാനിരിക്കുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. അതെ, ദൈവമാണ് ദേശങ്ങളെ നൽകിത്തരുന്നത്. അതെ, ആ ദേശത്ത് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ ഉണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത്. പരിമിതമായ നിലവാരത്തിൽ ആരെയും കർത്താവ് അനുഗ്രഹിക്കാറില്ല. അതെ, 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം പഠിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ദാവീദിനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അതെ, മേൽക്കുമേൽ താൻ ശക്തി പ്രാപിക്കുകയും ബലം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ശൗല് ബലം ചോർന്നവനായി പരാജയമുള്ളവനായി തീർന്നു. ദാവീദോ ദിനംതോറും ബലം പ്രാപിച്ച് ദൈവാനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളുണ്ടായി. എങ്കിലും ദൈവം തന്നോടുകൂടെ ഇരുന്നതുകൊണ്ട് ദാവീദിന് ഒരു ജീവഹാനിയും വരുവാൻ ഇടവരാതെ ദൈവത്തിൻ്റെ പരിപാലനകരം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതെ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള അറിവ് നമ്മെ ശക്തരാക്കും. ദൈവം നമ്മോടുകൂടെ ഇരുന്നാൽ ശത്രുവിൻ്റെ സകല വിധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മളുടെ മേൽ പ്രവർത്തിക്കും. ഇയ്യോബ് വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഇയ്യോബിൻ്റെ എല്ലാ കഷ്ടത്തിൻ്റെയും നടുവിൽ ദൈവം തന്നോടുകൂടെ ഇരുന്നു. അതുകൊണ്ട് താൻ പിന്നത്തേതിൽ മേൽക്കുമേൽ അനുഗ്രഹമുള്ളവനായി തീർന്നു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ദൈവസന്നിധിയിൽ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവാനുഗ്രഹത്തോടെ താൻ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. അതെ, ജോസഫിനോടുകൂടി ദൈവസാന്നിധ്യമുണ്ടായിരുന്നു. തൻ്റെ സഹോദരന്മാർ തന്നെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടെങ്കിലും ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മിസ്രയീമിൽ ഉന്നതമായ നിലവാരത്തിലേക്ക് ദൈവം അവനെ ഉയർത്തി. അതെ, ഇന്ന് നാം മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നാം എത്ര ഓടിയാലും എത്ര അധ്വാനിച്ചാലും ദൈവസാന്നിധ്യം നമ്മോട് കൂടെ വരണം. ദൈവസാന്നിധ്യം നമ്മോട് കൂടെ വരുന്നില്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ള ജയമോ പ്രാപ്തിയോ നന്മയോ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്വന്തമായി നാം ഓടിയാൽ ഒന്നും നമുക്ക് നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് ദൈവഹിതത്തിനായി ദൈവാലോചനയ്ക്കായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവഹിതം നമ്മിൽ നടക്കേണ്ടതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം തോൽവിയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.